Good afternoon. Good afternoon, ma'am. Okay, നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, എവിടെ വരെ എടുത്തേ? Long term planning. ഓക്കെ, ആ ലോങ് ടേം പ്ലാനിങ് തുടങ്ങിയായിരുന്നു അല്ലെ? അവിടെ വരെ മുൻപ് വരെയല്ലേ എടുത്തത്? ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഡ്യൂട്ടീസ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞേ? ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് അല്ലെ? അവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? Yes, miss. ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കുറച്ച് ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോലിയിൽ വ്യത്യാസം ഉണ്ടാവുന്നു അല്ലെ? ഒരു ഡ്യൂട്ടീസിൽ അല്ലെങ്കിൽ ചുമതലകളിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിലൊരു 5 പോയിന്റ്സ് നമ്മൾ ആ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അല്ലെ? എന്താണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്? ഒരു ബിസിനസ് ലീഡർ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ട് എന്താണ് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയാൻ പോകുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനമായി കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവായി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ നമ്മൾ നിയമിച്ചാൽ അവർ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് ലോങ് ടേം പ്ലാനിങ്. എന്താണ് ലോങ് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ദീർഘകാല ആസൂത്രണം വേണം അല്ലെ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥാപനമല്ലല്ലോ. ഒത്തിരി വർഷങ്ങൾ അത് മുന്നോട്ട് പോകാനുള്ളതാണ് അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ എപ്പോഴും എന്തും ആസൂത്രണം ചെയ്യുമ്പോ അതൊരു ദീർഘവീക്ഷണത്തോടു കൂടി ആയിരിക്കണം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഒരു ലോങ് ടേം പ്ലാനിങ്, ഒരു ദീർഘകാല ആസൂത്രണം ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോഴും ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. രണ്ടാമതായി പറയുന്നത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്. എന്താണ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റ്? പ്രവർത്തന ലക്ഷ്യങ്ങള്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തന ലക്ഷ്യങ്ങള്, അതുപോലെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക. ഇവയെല്ലാം ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം ചെയ്യേണ്ടത്? ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ്. തേർഡ് വൺ ആണ് ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ്. ആളുകൾക്ക് നമ്മൾ മെഡിക്കൽ സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ വഴി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുമ്പോ അതെങ്ങനെയായിരിക്കണം? വളരെ ചിട്ടയായ സേവനങ്ങളായിരിക്കണം എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും കൊടുക്കേണ്ടത്. അപ്പൊ അതിനൊരു ചിട്ടയായ രീതിയിലാണോ ആ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ആര് മേൽനോട്ടം വഹിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കണം. അടുത്തതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകള്. സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഹോസ്പിറ്റലിലെ പോളിസി അല്ലെങ്കിൽ നയങ്ങളിലും മാറ്റങ്ങൾ വരുത്തുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? ഒരു ലോങ് ടേം പ്ലാനിങ് വേണം അല്ലെ? ഒരു ദീർഘകാല ആസൂത്രണം വേണം.
ചെയ്യണം. രണ്ടാമതായി പറഞ്ഞത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് രൂപീകരിക്കുക, അതുപോലെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, അതുപോലെ എന്താ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, വളരെ ചിട്ടയായ രീതിയിൽ മെഡിക്കൽ സർവീസുകൾ ആളുകളിലേക്ക് ചിട്ടയായ രീതിയിൽ വിതരണം ചെയ്യുക, ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ അതുപോലെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഹോസ്പിറ്റലിലെ പോളിസി അല്ലെങ്കിൽ നയങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴും ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നവര് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്സ്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ നീഡഡ് when overseeing and mentoring staff. ഒരു ഫോർമാറ്റ് എവിടെ 2-3 സെന്റൻസ് വൈസ് ആയിരിക്കും, ഒരുമിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മീനിങ് കിട്ടില്ല കേട്ടോ. ഒരു ഫോർമാറ്റ് then interacting with the community and cooperating with governing boards. ഇനി ഇവിടെ ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്താണ്? ഒരു മികച്ച വ്യക്തിഗത കഴിവുള്ളവരായിരിക്കണം ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഒരു മികച്ച വ്യക്തിഗത കഴിവ് വേണമെന്ന് പറയുന്നത്? ഓവർസീയിങ് ആൻഡ് മെന്ററിംഗ് സ്റ്റാഫ്, എന്തിനു വേണ്ടിയാ? അവിടെയുള്ള ജീവനക്കാർ അല്ലെ, ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒത്തിരി ജീവനക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ ആ ഒത്തിരി വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാരോട് ഇവരെ എങ്ങനെയായിരിക്കണം? ആളുകളുടെ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ അവരവിടെ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരുടെയും എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കണം അല്ലെ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ, അതായത് അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടോ അവരുടെ ജോലി ചെയ്യുന്ന ആ ഒരു പെർഫോമൻസുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓവർസീ ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുന്നതും ആവശ്യമായിട്ടുള്ള മെന്ററിംഗ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ അവരിങ്ങനെയുള്ള കാര്യങ്ങളോടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മറ്റ് ജീവനക്കാരോട് ഇടപഴകുന്ന സമയത്ത് അവർക്ക് എന്ത് നല്ലൊരു സ്ട്രോങ് സ്കിൽ ഉണ്ടായിരിക്കണം? ഇന്റർപേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ വ്യക്തിഗത കഴിവുണ്ടായിരിക്കണം. അപ്പൊ അവരോട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനും അവർക്ക് നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും എല്ലാ കാര്യങ്ങളും നന്നായി മേൽനോട്ടം വഹിക്കാനും അവരോട് നന്നായി സ്റ്റാഫുകളോട് നന്നായി ഇടപെടുക്കാനും ഒരു വ്യക്തിഗത കഴിവ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് ഇന്ററാക്ട് വിത്ത് കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുമ്പോൾ, അതുപോലെ കോപ്പറേറ്റിംഗ് വിത്ത് ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമ്പോൾ, അവരോട് സഹകരിക്കുമ്പോൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സമൂഹവുമായി ഇടപെടുമ്പോൾ, മറ്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോഴെല്ലാം അവർക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നല്ലൊരു ഇന്റർപേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ വ്യക്തിഗത കഴിവ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോബ് ആണ് കേട്ടോ. നോക്കിയേ, besides to hospital which may range from small community hospitals to massive multi-hospital system, these healthcare administrators may also work for. ഇനി എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ഒരു ചെറിയ അല്ലെ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ തുടങ്ങി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ തുടങ്ങിയുള്ള വർക്ക് ചെയ്യാം. അതിന് മുകളിലേക്കുള്ള എല്ലാ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെയും നമുക്ക് ജോലി ചെയ്യാലോ. ഇനി ഹോസ്പിറ്റലിന് പുറമെ നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്ന മേഖലകളാണ് താഴെ പറയുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എവിടെയൊക്കെ ജോലി ചെയ്യാം? ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെയും, അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ അതിനുള്ളിൽ വർക്ക് ചെയ്യാം അല്ലെ. ഇത് കൂടാതെ അല്ലെങ്കിൽ ഇതിന് പുറമെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്ന പ്രധാന കുറച്ച് മേഖലകൾ ഉണ്ടല്ലോ, അതാണ് താഴെ പറയുന്നത് കേട്ടോ. നോക്കി, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരെണ്ണം ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ചോദ്യം വരില്ല കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ആകെ വരാവുന്ന 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്ന മറ്റ് മേഖലകൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബിസൈഡ്സ് ടു ഹോസ്പിറ്റല് മറ്റേതൊക്കെ മേഖലകളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു 3-4 ഓപ്ഷൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് കൊടുക്കാം. ഇനി അല്ലാത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്നതല്ലാത്ത ഏതെങ്കിലും ഒരു എന്താണ് മേഖല കൊണ്ടുവന്നിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം. അങ്ങനെ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നുണ്ടാവുള്ളൂ. അല്ലാതെ എന്താണ് ഒരു ഹോസ്പൈസ് അല്ലെങ്കിൽ എന്താണ് ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി അതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിനുള്ളിൽ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് നോക്കാം റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്താണ് ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. എന്താണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്? പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിക്ക്? നമുക്ക് എളുപ്പം നമുക്ക് കാണാവുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? റീഹാബിലിറ്റേഷൻ ഓൾഡ് ഏജ് ഹോംസ് പറയാം. ഓൾഡ് ഏജ് ഹോംസിലും കൂടുതൽ കുറച്ചും കൂടി മാച്ച് ആവുന്ന വിചാരിക്കും. പുനരധിവാസ കേന്ദ്രങ്ങൾ, ഡി അഡിക്ഷൻ സെന്റേഴ്സ് പറയാം, നമ്മുടെ ഫിസിയോതെറാപ്പി സെന്ററുകൾ പറയാം അല്ലെ. നമുക്ക് കുറച്ചും കൂടി അതിന് യോജിച്ചത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ, നമ്മുടെ ആ ഒരു പുനരധിവാസ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ഫിസിയോതെറാപ്പി സെന്റർ അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ എടുത്ത് നോക്കാം. നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ? നമുക്ക് അവിടെ ഒരു ട്രീറ്റ്മെന്റുകളാണോ പ്രധാനം? ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററില് ട്രീറ്റ്മെന്റുകൾക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അവിടെ ആണോ? അല്ല അല്ലെ. എന്താണ് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരവരുടെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അല്ലെ. അപ്പൊ ആ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? ആ പഴയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയായി മാറ്റണമെങ്കിൽ അതിന് സഹായകമാകുന്ന കുറച്ച് സർവീസുകളാണ് ഈ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയിൽ കൊടുക്കുന്നത് അല്ലെ. ഒരു ഫിസിയോതെറാപ്പി സെന്റർ എടുത്ത് നോക്കി നിങ്ങൾ. ഒരു ഫിസിയോതെറാപ്പി സെന്റർ ആണെങ്കിലും നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റുകൾ എപ്പോഴും അവർക്ക് സപ്പോർട്ടുകൾ അല്ലെ, സപ്പോർട്ട് നൽകിയത് മെന്റലി സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു എന്നാൽ പോലും അവർ ആ ഒരു പൂർണ്ണമായി അവരുടെ ഒരു മുൻപുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? എക്സസൈസ് അല്ലെ, ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ പോലുള്ള സപ്പോർട്ടീവ് സർവീസുകൾ കൊടുക്കുന്നതാണ് ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്ററും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ അവരുടെ ആ ഒരു അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് മരുന്നുകളിലൂടെ അല്ല, അവർക്ക് മെന്റലി അവർക്ക് പേഴ്സണാലിറ്റി ഒക്കെ മാറ്റി അവരുടേതായ ആ ഒരു മാനസികപരമായിട്ടുള്ള ആ ഒരു അഡിക്ഷൻ അതിൽ നിന്ന് നമുക്ക് വ്യത്യാസം വരുത്തി അവരവരുടെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെ. അതാണ് അവരുടെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി? നെക്സ്റ്റ് ആണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. ആംബുലേറ്ററി കെയർ സെന്റർ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടോ? ആംബുലേറ്ററി കെയർ സെന്ററുകൾ പഠിച്ചിട്ടുണ്ടോ? ആംബുലേറ്ററി കെയർ സെന്ററിന്റെ പ്രത്യേകത എന്താ? എന്താണ്? ആരൊന്നും മിണ്ടണില്ല. പഠിച്ചിട്ടില്ല? പഠിക്കാത്തത് കൊണ്ടാണോ പറയാത്തെ? ഓക്കെ, ആംബുലേറ്ററി കെയർ സെന്ററുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കെയർ കൊടുക്കുന്ന അല്ലെ, ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, കൺസൾട്ടേഷൻ എല്ലാം നമ്മൾ നടക്കുന്നുണ്ട് ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ്. അതായത് ഒരു സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നുമല്ല. അതുപോലെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കേസ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനെയാണ് ആംബുലേറ്ററി കെയർ സെന്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോകണം അല്ലെ. അതേസമയം ചെറിയ രീതിയിലുള്ള സർജറീസ് ഒരു ദിവസം പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാവുന്ന രീതിയിലുള്ള സർവീസുകളൊക്കെ നമുക്കൊരു സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആംബുലേറ്ററി കെയർ സെന്ററുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അവിടെ എന്താണ്, അവിടെ അവർക്ക് താമസിച്ചുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നില്ല. മൂന്നാമതാണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രൊസീജിയർ ആണ്. നോക്കിയേ, ഇപ്പൊ ഇവിടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി അവർ കൊടുക്കുന്ന ആ ഒരു കെയർ എന്ന് പറയുന്നത് സെയിം
എന്തായിരിക്കും പേഷ്യന്റ് കെയർ ആയിരിക്കും കൊടുക്കുക. ഒരു സെയിം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയിലായിരിക്കും കെയർ കൊടുക്കുന്നത്. കഴിഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ക്യാമ്പുകളൊക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? മെഡിക്കൽ ക്യാമ്പുകള് കണ്ടിട്ടില്ലേ? മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നേ. അപ്പൊ അതെങ്ങനെയാ മെഡിക്കൽ ക്യാമ്പുകൾ? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഐസ് ആവാം അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടത്താറുണ്ട്, ദന്ത ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം എന്താ, അവിടെ വരുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. 1 2 3 4 ഒക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അവരൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. അല്ലാതെ മറ്റു പല മേഖലയിൽ നിന്നും ഒരുമിച്ചുള്ള ഡോക്ടേഴ്സ് ആണോ വരുന്നത്? അങ്ങനെ ഒരു ക്യാമ്പ് നടത്തുമ്പോ ഒരുപോലെ അല്ലെ. ഇപ്പൊ ഒരു ഐയുമായി ബന്ധപ്പെട്ട, ഒരു കണ്ണുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഒഫ്താൽമോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ളതാണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പൈസസ്. ഹോസ്പൈസസിൽ ഏതാണ് എക്സാമ്പിൾ പറയാവുന്നത് നിങ്ങൾക്ക്? ഹോസ്പൈസസ് എന്ന് പറയുമ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞൂടെ? ഏതാണ്? പാലിയേറ്റീവ് കെയറുകൾ പറയാം അല്ലെ. പാലിയേറ്റീവ് കെയർ സെന്ററുകൾ പറയാം. അപ്പൊ അതെങ്ങനെയായിരിക്കും പാലിയേറ്റീവ് കെയർ സെന്ററുകളിലെ ട്രീറ്റ്മെന്റുകൾ എന്നൊക്കെ പറയുന്നേ? എങ്ങനെയായിരിക്കും? അതൊരു പാലിയേറ്റീവ് കെയർ സെന്റർ എന്തിനു വേണ്ടിയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനു വേണ്ടിയായിരിക്കും പാലിയേറ്റീവ് കെയർ സെന്ററുകൾ? എന്തിനു വേണ്ടിയാണ്? അവിടെയുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയുള്ള പേഷ്യൻസിന്? ഇപ്പൊ അവിടെ നമുക്ക് കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ലോങ് ടേം സർവീസ് ആണ്. അതുപോലെ തന്നെ അവർക്ക് എന്തായിരിക്കും അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഇവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്? ഓൾഡ്, പ്രായമായി, അതല്ലെങ്കിലോ മറ്റെന്തെങ്കിലും ഒരു ഗുരുതരമായ രോഗം അല്ലെ, കിടപ്പ് രോഗികൾക്കുണ്ട്. അതുപോലെ എന്താണ് കൂടുതലും അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കാ? മരണത്തോട് അടുത്ത രോഗികളാണ് അല്ലെ. അവരുടെ ആ ഒരു എന്താ ലൈഫ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫ് ആണ് അല്ലെ. അവരെന്താ മരണത്തിലോട് അടുത്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് പിന്നീട് അവർക്ക് ട്രീറ്റ്മെന്റ് ആണോ ആവശ്യമായി വരുന്നത്? അല്ല അല്ലെ. അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലും ചിലപ്പോ അവര് പിന്നീട് എന്ത് ചെയ്യില്ല, ഭേദപ്പെട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആവശ്യമായി നല്ല പരിചരണം കൊടുക്കണം അല്ലെ. നല്ല രീതിയിൽ അവരെന്താ ഹാപ്പി ആയി നിലനിർത്തണം. അതിനു വേണ്ടി ഇപ്പൊ ചിലർക്കൊക്കെ ഒരുപാട് വേദനകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും അല്ലെ, ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതെന്താ ചെയ്യുക? ആ ഒരു രോഗത്തിന്റെ ആ ഒരു തീവ്രതയൊക്കെ മരുന്നിലൂടെ അല്ലെങ്കിൽ മെഡിസിൻസിലൂടെയോ മറ്റെന്തെങ്കിലും രീതിയിൽ അത് കുറയ്ക്കാനൊക്കെ അവരെ സഹായിക്കുക അല്ലെ. അതല്ലേ കൂടുതലും നമ്മുടെ ആ ഒരു പാലിയേറ്റീവ് കെയറുകളിൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഹോസ്പൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികള്, ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ക്ലിനിക്കുകള്, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകള് അല്ലെ, എന്താ ഹെൽത്ത് ക്ലിനിക്കുകള്, ഇതെല്ലാം നമ്മുടെ ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വരും അല്ലെ. പുറമെ നമ്മളൊരു എന്താണ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ട്രീറ്റ്മെന്റോ ഡയഗ്നോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താണ് ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടായിരിക്കില്ല എന്ന് മാത്രം. നെക്സ്റ്റ് ആണ് ഫിസിഷ്യൻസിന്റെ ഓഫീസുകളില് ജോബ് ഉണ്ടാവും. അതുപോലെ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇതൊക്കെ അവരാ റിട്ടയർമെന്റ് ഹോമുകള്, കെയർ ഹോമുകള് അല്ലെ. അപ്പൊ അവിടെയൊക്കെ എന്താ, അവരവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നു അല്ലെ. അതാണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി. റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ അവരെ താമസിപ്പിക്കുകയാണ് അല്ലെ. അവർ സ്വന്തമായിട്ടുള്ള അവരുടെ വീടുകളിലല്ല താമസിപ്പിക്കുന്നത്. അതിന് വരുന്നതാണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നു. അതാണ് ഹോം ഹെൽത്ത് കെയർ, ഹോം കെയർ പോലെയുള്ള കാര്യങ്ങൾ. അതേസമയം റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അവരെ ഇപ്പൊ റിട്ടയർമെന്റ് ഹോമുകളാവാം അല്ലെങ്കിൽ കെയർ ഹോമുകളാവാം, അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയറും ഒക്കെ കൊടുക്കുന്നു. ക്ലിയർ ആയോ? രണ്ടാം റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റിയും ഹോം ഹെൽത്ത് കെയറും മനസ്സിലായോ? ലാസ്റ്റ് വരുന്നതാണ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്. എന്താ, പല പല സംഘടനകളുണ്ട് അല്ലെ. അവരുടെ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പരിചരണങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരുപാട് സംഘടനകൾ കാര്യങ്ങളിലെ ഓർഗനൈസേഷൻസ്. അപ്പൊ അതിന്റെയൊക്കെ ഇത്രയും മേഖലകളില് നമുക്ക് ഹോസ്പിറ്റൽ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്ന മേഖലകളാണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്,
group medical practices, hospices, outpatient care facilities, physician offices, residential care facilities, home health care and managed care organizations. Clear ആണോ? ഒരു എത്രയും പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി രണ്ടോ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി വെക്കാലോ. അതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയതെന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ബാധിക്ക് മുമ്പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് hospital administrators at larger facility may work in specific clinical areas like cardiology, surgery, neurology, obstetrics and nephrology. ഇനി ഒരു വലിയ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയി വർക്ക് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മളിപ്പോ ആ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫെസിലിറ്റി കാര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ തന്നെ അറിയാലോ അതിന്റെ സൈസ് വലുതുകൊണ്ട് അതിനുള്ളിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപാടുണ്ടാവും. ഒരുപാട് സർവീസ് ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും എങ്ങനെയായിരിക്കും വലിപ്പം ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ചിലപ്പോ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാം. കാരണം അത് അത്രയധികം വലുതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവര് ചെയ്യാവുന്നത് ഒരു കാര്യം, അവർ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല ചിലപ്പോ അവർക്ക് നോക്കാൻ കൊടുക്കുന്നത്, അതിനുള്ളിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസ് അത് തന്നെ വലിയതായിരിക്കും കേട്ടോ. അത് തന്നെ കുറച്ച് ലാർജ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയർ ഒക്കെ കൊടുക്കുന്ന ഏരിയകളായിരിക്കാം. അവരെ എന്ത് ചെയ്യുന്നു, ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഡ്യൂട്ടിക്കായി വെക്കുന്നു. അത് ആ ബേസ്ഡ് ആയിരിക്കും. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിലുണ്ടാവാം, അല്ലെങ്കിൽ സർജറിയുമായി ബന്ധപ്പെട്ട ഏരിയയിലുണ്ടാവാം, ന്യൂറോളജി വിഭാഗത്തിലാവാം, ഒബ്സ്റ്റെട്രിക്സ് അല്ലെ പ്രസവാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ടതാവാം, നെഫ്രോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാവാം. ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസിലേക്ക് ഇവരെന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യാനായിട്ട് നിയമിക്കുന്നു. അതേസമയം ഒരു സ്മോളർ ഹോസ്പിറ്റൽ ആവുമ്പോഴോ അവിടെ ഇതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലെ. സ്മോളർ ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ, ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളെ ഉണ്ടാവുള്ളൂ, അധികം ഒരുപാട് ഇങ്ങനെ എന്താണ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവില്ല, അതിനനുസരിച്ചുള്ള സർവീസുകൾ കുറവായിരിക്കും. അപ്പൊ ആ ഒരു ചെറിയ ഹോസ്പിറ്റൽ സൗകര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ സെയിം ഡ്യൂട്ടി ആവോ കിട്ടുന്നത്? അല്ല. അവർക്ക് എന്തായിരിക്കും അവിടെ വ്യത്യാസം? supervise different departments like finance, education, research and personnel. എന്താണ് വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിച്ച് കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. എഡ്യൂക്കേഷൻ അല്ലെ, അവിടെ ചിലപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരാം. അവിടുത്തെ പേഴ്സണൽ അല്ലെങ്കിൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാത്തിനെയും മേൽനോട്ടം വഹിക്കാനുള്ളൊരു ഡ്യൂട്ടി ചിലപ്പോ ചെറിയ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള ചെറിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വന്നേക്കാം. അതേസമയം ഒരു ലാർജ് ഫെസിലിറ്റി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള വലിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഡ്യൂട്ടി കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടിയും വരെയും എന്താണ് വലിപ്പം അതുകൊണ്ട് ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതാകുമ്പോൾ അവരെന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസ്, ഇപ്പൊ കാർഡിയോളജി ആവാം, സർജറി ആവാം, ന്യൂറോളജി ആവാം, ഒബ്സ്റ്റെട്രിക്സ് ആവാം, നെഫ്രോളജി, അങ്ങനെയുള്ള സ്പെസിഫിക് ഏരിയാസ് തന്നെ വലുതായിരിക്കും. അപ്പൊ അതിന്റെ ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പോൾ അവിടെ ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നത്. അതേസമയം സ്മോളർ ഫെസിലിറ്റി ആവുമ്പോൾ അവിടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണെന്നില്ല, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഫിനാൻസ് ആവാം, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവാം, റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരാറുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് just a few of the titles hospital administrators may possess include. ഇനി എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമുക്ക് അവരുടെ ടൈറ്റിലുകളാണ് ഇവിടെ പറയുന്നത്. അവർക്ക് താഴെ പറയുന്ന ജോലി അല്ലെങ്കിൽ പൊസിഷൻസിൽ അവർക്ക് ജോലി നിർവഹിക്കാനായിട്ട് സാധിക്കും.
ക്ലിയർ ആണോ? അപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ ഈ ഒരു പൊസിഷൻ ഒന്നും കിട്ടണമെന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ട്രെയിനി പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടേതായ സ്കിൽ അനുസരിച്ച് എക്സ്പീരിയൻസുകൾ അല്ലെ, നമ്മുടേതായ വർക്ക് ഇങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി അതിനനുസരിച്ച് പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടിയാണ് നമ്മൾ ഈ ഓരോ പൊസിഷനിലേക്ക് എത്തുന്നത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചായിരിക്കും ഇരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൊസിഷൻസിലേക്ക് ഈ പറയുന്ന ടൈറ്റിലുകൾ അല്ലെങ്കിൽ ജോലികളൊക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നിർവഹിക്കാവുന്നതാണ്. ഏതൊക്കെയാ നോക്കി, ആദ്യത്തെ 3 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ആ 3 ചോദിക്കാറുണ്ട്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം, ഷോർട്ട് ഫോം തന്നിട്ട് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ആദ്യത്തെ 3 ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് വൺ ഏതാ? പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ. നിങ്ങൾ ഈ സിഇഒ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? സിഇഒ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നവ്യ പറയുന്നുണ്ടല്ലോ. എവിടെയായിരുന്നു? ഏത് ചാപ്റ്ററിലാണ് പഠിച്ചേ? ഏത് ചാപ്റ്ററിലാ പഠിച്ചേ? എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്നോ സിഇഒ? ഇല്ല. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്, ശരിയാണ്. അതേസമയം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇതിന്റെ തന്നെ മറ്റൊരു എക്സ്പാൻഡഡ് ഫോം പഠിച്ചിട്ടുണ്ടോ സിഇഒയുടെ തന്നെ? എന്താ അവിടെ സിഇഒനെ പറയുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സിഇഒനെ എന്താ അറിയപ്പെടുന്നേ? എക്സ്പാൻഡ് ചെയ്തെന്ന് പറഞ്ഞേ. ചീഫ് എന്താണ്? ഒരു എക്സാം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എല്ലാം മറന്നുപോയോ? ചീഫ് പറ. എമർജൻസി ഓഫീസർ അല്ലെ. ചീഫ് എമർജൻസി ഓഫീസർ എന്നാണോ അറിയാവുന്നത്? പഠിച്ചതല്ലേ എമർജൻസി ഓഫീസർ, ചീഫ് എമർജൻസി ഓഫീസർ അല്ലെ. എന്താണ് എന്നൊക്കെ മറന്നു പോകുന്നേ? ഒരു എക്സാം കഴിഞ്ഞപ്പോഴേക്കും അത് കളഞ്ഞോ? ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ സിഇഒ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സിഇഒ എന്ന് പറഞ്ഞാൽ അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ടും വായിക്കുക. അല്ലാതെ എന്താണ് എക്സ്പാൻഡ് സിഇഒ എന്ന് പറയുന്ന ഒരു വേർഡ് കാണുമ്പോൾ തന്നെ പോയി ആൻസർ കുത്തുകയല്ല വേണ്ടത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിക്കുക. അതൊരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സിഇഒ ആണോ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നാദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. 2 ഓപ്ഷൻസും ചിലപ്പോ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ 2 എണ്ണവും ചിലപ്പോ തന്നിരിക്കാം. നിങ്ങൾ അത് ക്വസ്റ്റ്യൻ നോക്കാതെ പോയാല് ഷുവർ ആയിട്ടും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഇനി സിഇഒ റിലേറ്റഡ് ടു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാല് അത് ഏതാ വരുന്നേ? ചീഫ് എമർജൻസി ഓഫീസർ ആണ്. ക്ലിയർ ആയോ? അത് അങ്ങനെ 2 രീതിയിലും ചോദിക്കാം, 2 രീതിയിലും സിഇഒ ചോദിക്കാം. അത് ഏതിനുമായിട്ട് കണക്റ്റഡ് ആണ്, ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കേട്ടോ. അല്ലാതെ കാണുന്ന വഴി സിഇഒയുടെ എക്സ്പാൻഡ് ഫോം ആണ് ചോദിച്ചേ എന്ന് പറഞ്ഞതിൽ 2ലും ചിലപ്പോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൻസർ ചിലപ്പോ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്യണോ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് മനസ്സിലായോ? സിഇഒ എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരെണ്ണം എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, ഒരെണ്ണം നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എക്സ്പാൻഡ് സിഇഒ റിലേറ്റഡ് ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആൻസർ ഏതാ വരിക? ചീഫ് എമർജൻസി ഓഫീസർ ആയിരിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് എക്സ്പാൻഡ് സിഇഒ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാ വരിക? സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും അതിന്റെ ആൻസർ വരിക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായും വായിച്ച് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിഇഒ ആണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ നവ്യ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്
ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ COO അത് നോക്കണം കേട്ടോ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അവരുടെ ഡ്യൂട്ടീസോ കാര്യങ്ങളോ ഒന്നും പഠിച്ച് എന്താണ് ഒരു കൺഫ്യൂസ്ഡ് ആവണ്ട. ഈ പറയുന്ന ടൈറ്റിൽസിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എന്ന് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അതിൽ നിന്നല്ലാതെ ഇൻക്ലൂഡഡ് ആയത് ഏത്, അല്ലെങ്കിൽ ഇത് മൂന്നെണ്ണത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂന്നെണ്ണത്തിന്റെയും എക്സ്പാൻഡ് ഏതിലെങ്കിലും ഒരെണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്. അപ്പൊ ഇൻക്ലൂഡഡ് ആയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് ദ എബോവ് ആണെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ പറയാത്തത് ഏതെങ്കിലും ഒരെണ്ണം പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ഒരു ടൈറ്റിൽ എടുത്തിടാം. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാന്ന് മനസ്സിലാവില്ലേ? അത്രയും മാത്രം നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ അല്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഓരോന്നിന്റെയും ഡീറ്റെയിലിംഗ് പഠിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി അതെല്ലാം പഠിച്ച് അതിന് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് വെറുതെ സമയം നമ്മൾ അതിന് വേണ്ടി ചിലവഴിക്കുന്ന കാര്യമില്ലല്ലോ. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി 1, 2, 3 പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ COO. Then Chief Financial Officer CFO. CFOന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം, COന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം, CEOന്റെയും എക്സ്പാൻഡ് ഫോം ചോദിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ജോലി ചെയ്യാം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ ജോലി ചെയ്യാം. ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ദെൻ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, കംപ്ലയിന്റ്സ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, then ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതില്ലേ അത് അടുത്ത ഒരു ടൈറ്റിൽ ആണ് കേട്ടോ. ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ് കേട്ടോ. അത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ. അത് ഒരുമിച്ച് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ്. ഒന്ന് കറക്റ്റ് ചെയ്തേക്ക് കേട്ടോ. ഇത്രയും കാര്യങ്ങള് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അവർക്ക് ഈ പറയുന്ന താഴെ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ ജോലികളിലും അവർക്ക് എന്തായാലും എല്ലാ പൊസിഷൻസിലും അവർക്ക് ജോലി നിർവഹിക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും കഴിവും എന്താണ് എക്സ്പീരിയൻസും അവരുടേതായ ഒരു സ്കില്ലും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. ഇതിൽ ഏത് മേഖലയിൽ ഏതൊരു ടൈറ്റിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അവരുടെ ജോലി നിർവഹിക്കാവുന്നതാണ്. ക്ലിയർ ആണോ ആ ഒരു ഭാഗം? ക്ലിയർ ആയോ? എന്താണ് 1, 2, 3 പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഒരു ആൻസർ കിട്ടണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി എന്താണ് നബിയുടെ നോട്ടിലില്ലേ? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പൊസിഷൻ ആണ് കേട്ടോ. ഒരു പൊസിഷൻ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പറയുന്ന എല്ലാം നമുക്കൊന്നും ഫുള്ളും കംപ്ലീറ്റ് നമ്മൾ പഠിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അത് ഇതിന്റെ ഏതൊക്കെ ഹെഡിങ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈറ്റിൽസ് ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് ഇത് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാന ഉദ്ദേശ്യം? ഒരു ഹോസ്പിറ്റലില് എന്താണ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു വർക്കേഴ്സ് അല്ലെ, അവിടുത്തെ എംപ്ലോയീസ് അല്ലെ, അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും അല്ലെ, ഒരു ലോവർ ലെവലിലുള്ള ഒരു വർക്കർ തുടങ്ങി അതുപോലെ ഒരു ഹയർ അല്ലെ സെലക്ഷൻ, റിക്രൂട്ട്മെന്റ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു ഓവറോൾ മാനേജ്മെന്റ് ആണ് അല്ലെ, എംപ്ലോയീസിന്റെ ഒരു ഓവറോൾ മാനേജ്മെന്റ് ആണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു ഇന്ന ഒരു വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഒരു ലോവർ ലെവൽ തുടങ്ങി ഒരു ഹയർ ലെവലിൽ വരുന്ന വരെയുള്ള എല്ലാ എംപ്ലോയീസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെയും എന്താണ്, ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ആവശ്യമായ മേൽനോട്ടങ്ങൾ വഹിക്കേണ്ടത് ആരാണ്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്. നമ്മളാണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഭാഗം ഏതാ പഠിക്കാറ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഏതൊരു വിഭാഗവുമായി ബന്ധപ്പെട്ടും എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുന്ന ഓവറോൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടാവും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തു നിന്നാണ് അല്ലെ. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. രണ്ടാമതായി പറയുന്നത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കുമ്പോ അതുപോലെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്. നമുക്ക് ഒരു ചാപ്റ്റർ തന്നെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതിന്റെ നോട്ടും കൂടി ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയി നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. തേർഡ് മോഡ്യൂളിലെ 4th ചാപ്റ്റർ ആണ്. ക്ലിയർ ആണോ? നോക്കിയേ, ഹോസ്പിറ്റലിലെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോ അതുപോലെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ചാപ്റ്റർ വൈസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട പ്രധാന ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുക. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പദ്ധതികൾ രൂപീകരിക്കുകയും അതുപോലെ തന്നെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവയെല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ? രണ്ട് ഫങ്ഷൻസും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് തേർഡ് ഫംഗ്ഷൻ ആണ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എവിടെ? ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നയങ്ങള് രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. രണ്ടാമതായി പറയുന്നത് എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോസ് റൂൾസ് എന്നാണ് കേട്ടോ. അവിടെ നെക്സ്റ്റ് ലോസ് കഴിഞ്ഞിട്ട് റൂൾസ് ആണ് കേട്ടോ. റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ. സെക്കൻഡ് സെന്റൻസ് ആണ്. എൻഷുവർ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക അല്ലെങ്കിൽ പാലിക്കൽ കേട്ടോ. അപ്പൊ എന്താണ് ലോസ് അല്ലെ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒത്തിരി നിയമങ്ങളും ചട്ടങ്ങളും നിയന്ത്രണക്രമങ്ങളും അതുപോലെ എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികതയുണ്ട് അല്ലെ. അപ്പൊ ഇവയെല്ലാം കൃത്യമായിട്ട് ഓരോ ഹോസ്പിറ്റലുകളും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. Then the hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. അതിന് മുൻപുള്ള സെന്റൻസ് നമ്മൾ പറഞ്ഞില്ല അല്ലെ. ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായ പ്രതിനിധിയായി നിന്നുകൊണ്ട്, ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായ പ്രതിനിധിയായി നിന്നുകൊണ്ട് ആക്ട് ചെയ്യുക. ആരാ ആക്ട് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിലനിൽക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മറ്റൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആണ്, എന്തിനാ ഉത്തരവാദിത്തമുള്ളവരാണ്? That make sure that the hospital is abiding പാലിക്കുക by the government rules and whether all the statutory needs are met. എന്താണ്? ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് നിയമങ്ങളുണ്ടല്ലോ, റൂൾസ് അല്ലെ. ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങൾ, ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അതെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ പാലിക്കുകയും വേണം. അതിനനുസരിച്ച് ഇതുപോലെയുള്ള ഗവൺമെന്റ് റൂൾസ് ആയിക്കോട്ടെ, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് എന്ന് പറയുന്ന നിയമാനുസൃതമായ കാര്യങ്ങൾ അല്ലെ, നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യകതകളെല്ലാം കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ആ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ഈ റൂൾസ്, ഗവൺമെന്റ് റൂൾസ് അതുപോലെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ആ ഹോസ്പിറ്റലില് ആരാണ് അത് ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ നോക്കിയ ആ ഒരു തേർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ നയങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. Then ensure compliance with the laws നിയമങ്ങള്, നിർദ്ദേശങ്ങള്, ചട്ടങ്ങള്, അതുപോലെ നിയന്ത്രണങ്ങള്, എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത മുതലായവ ഓരോ ഹോസ്പിറ്റലുകൾക്കും വേണ്ടതാണ്. അവയെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആക്ട് ചെയ്യുക. നാലാമതായി നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്തുറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെന്റ് റൂളുകള്, അതുപോലെ നിയമാനുസൃതമായിട്ടുള്ള ആവശ്യകതകളെല്ലാം ആ ഹോസ്പിറ്റൽ നിറവേറ്റുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ? തേർഡ് ഫംഗ്ഷൻ ക്ലിയർ ആയോ? ഓക്കെ. Then fourth function ആണ് has the responsibility to supervise all the activities in the hospital. abiding എന്ന് പറഞ്ഞാൽ പാലിക്കുക ട്ടാ. Has the responsibility to supervise all the activities in the hospital. ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്. And should make sure that all staffs are aware of the hospital's mission and objectives. ഇനി എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അവരെല്ലാവരും അവർ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും അല്ലെങ്കിൽ സ്റ്റാഫുകളും ആ ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്, ദൗത്യം എന്താണ്, ആ ഹോസ്പിറ്റലിന്റെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ്, ആ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നല്ലൊരു അവബോധമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവർ അവെയർ ആയിരിക്കണം അതിനെ കുറിച്ച്. അങ്ങനെ ഓരോ ജീവനക്കാരും ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്, ആ ഹോസ്പിറ്റലിന്റെ വിഷൻ എന്താണ്, ആ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ എന്താ നമ്മൾ ഫോർത്ത് ഫംഗ്ഷനിൽ പറഞ്ഞത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമതായി പറഞ്ഞത് ആ ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്താണ് അല്ലെങ്കിൽ മിഷൻ എന്താണ്, ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മിഷൻ എന്താണ്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും ബോധവാന്മാരായിരിക്കണം അല്ലെ? ഇതിനുള്ള ഒരു അവബോധം അവർക്ക് ഉണ്ടായിരിക്കണം, ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാവുന്നതായിരിക്കണം. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. മാനേജ്മെന്റുകൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ മാനേജ്മെന്റുകൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആ ഒരു 5 പോയിന്റ് ക്ലിയർ ആയോ? ഫങ്ഷൻസ്, ആ ഒരു 5 ഫങ്ഷൻസ് ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, ഫങ്ഷൻസ് തന്നെയാണ്. Map out major rules, regulations and procedures and ensure their implementation. ഇനി എന്താണ് മാപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്? രൂപപ്പെടുത്തുക കേട്ടോ. മാപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് രൂപപ്പെടുത്തുക. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒത്തിരി നിയമങ്ങള്, നിയന്ത്രണങ്ങള്, നടപടിക്രമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്? നടപ്പിലാക്കണം അല്ലെ? ഹോസ്പിറ്റൽ നന്നായി മുന്നോട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വേണം. അപ്പൊ അതിനാവശ്യമായുള്ള മേജർ റൂൾസ്, പ്രധാന നിയമങ്ങള്, പ്രധാന നിയന്ത്രണങ്ങള്, പ്രധാന നടപടിക്രമങ്ങളെല്ലാം രൂപീകരിക്കുകയും അതെന്ത് ചെയ്യുക? നടപ്പിലാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമതായി പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ദ ഹോസ്പിറ്റൽ പോളിസീസ്. ഹോസ്പിറ്റലിന്റെ പോളിസീസ് അല്ലെങ്കിൽ നയങ്ങളുടെ ഉള്ളിൽ ഈ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ നിയമങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറയുന്നത് ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ. ഇനി ഒരു എംപ്ലോയർ എന്ന് പറഞ്ഞാൽ
ജോലി നൽകുന്ന ആളാണ് അല്ലെ. എംപ്ലോയി എന്ന് പറയുമ്പോൾ ആരാ? ആ നൽകിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എംപ്ലോയീസ് റിലേഷൻ, ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. That works attentively with other executives in the hospital, like the medical superintendent, nursing superintendent. ഇനി മറ്റ് എക്സിക്യൂട്ടീവുകൾ, അതായത് ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവുകളായിട്ടുള്ള മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആവാം, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആവാം, ഇവരൊക്കെ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക. Then make sure that all departments functions in a smooth and efficient manner. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ വളരെ സുഗമമായും കാര്യക്ഷമമായും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. And act as an official representative of the hospital. ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി നിലനിൽക്കുക. And submit annual report to the governing body. അവിടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഭരണസമിതിക്ക് എന്ത് ചെയ്യുക? വർഷാവർഷം വാർഷിക റിപ്പോർട്ടുകൾ അല്ലെ, ആനുവൽ റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് വരുന്നതാണ് ഡൊണേറ്റ് ടു ഡിസ്ബൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്യുന്നതിനാണ്. ഡിവൈസിംഗ് എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്യുക. ആനുവൽ ബഡ്ജറ്റുകൾ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണേഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. നോക്കി ആ ഒരു 5 പോയിന്റ് എത്രയാണ്? ഓക്കെ, 8 പോയിന്റ് ഉണ്ട് അല്ലെ. നോക്കിയൊന്ന്. ഫസ്റ്റ് വൺ എന്താ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പ്രധാനപ്പെട്ടവയെല്ലാം രൂപീകരിക്കുകയും അത് നടപ്പിലാക്കിയോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് ഈ നടപ്പിലാക്കുകയും രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിന്റെ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ നല്ലൊരു ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ നിലനിർത്തുന്നതിന് ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. നാലാമതായി പറഞ്ഞത് വർക്ക്സ് അറ്റൻറ്റീവ്ലി. ആരൊക്കെയാണ് ശ്രദ്ധാപൂർവ്വം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്നാ പറഞ്ഞേ? ഹോസ്പിറ്റലിലുള്ള മറ്റ് എക്സിക്യൂട്ടീവുകളായിട്ടുള്ള മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആവാം, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആവാം, അവരൊക്കെയായിട്ട് നല്ല രീതിയിൽ വളരെ ശ്രദ്ധാപൂർവ്വം വർക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ എന്താ പറഞ്ഞേ? എല്ലാ ഡിപ്പാർട്ട്മെന്റും, ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളാവും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നടക്കുന്ന പ്രവർത്തനങ്ങള് വളരെ സുഗമമായും കാര്യക്ഷമമായുമാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ ഔദ്യോഗികപരമായിട്ടുള്ള പ്രതിനിധിയായി ആര് നിലനിൽക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിലനിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഭരണസമിതിക്ക് കൃത്യമായ ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. Then donate to devising annual budget. ആനുവൽ വാർഷിക ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡൊണേഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്സ്? 8 പോയിന്റ് ഫങ്ഷൻസ് പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ബിൻഷയ്ക്ക് മാത്രമേ ക്ലിയർ ആയുള്ളൂ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു നല്ല ഫലപ്രദമായ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് അല്ലെ? നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോട്ടോ. നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെ സവിശേഷതകൾ വേണം എന്നാ പറയുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. എന്തായിരിക്കും? ജോലിയിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കണം അല്ലെ? കോമ്പീറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു കഴിവ്, നല്ല രീതിയിൽ ആ ഒരു ജോലി ചെയ്യുന്നതിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കണം അല്ലെ? ആണോ? ആ ഒരു ജോലി ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? ഒരു ജീവനക്കാരനെ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് എടുത്താൽ അവര് നല്ല രീതിയിൽ കഴിവ് അവരുടേതായി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് എന്താണ് നല്ല രീതിയിൽ നമുക്കൊരു ഇഷ്ടം തോന്നുകയും ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയും ചെയ്യും അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും എങ്ങനെയായിരിക്കണം? അവർക്ക് കിട്ടുന്ന ഏത് ഡ്യൂട്ടി ആയിക്കോട്ടെ, ഏത് വർക്ക്
വർക്കായിക്കോട്ടെ അത് മികച്ചതായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കഴിവ് അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി പറയുന്നത് must be sensitive to organizations and staff's problems and requirements. ഇനി എന്താണ് സ്റ്റാഫുകൾ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒത്തിരി ജീവനക്കാരുണ്ട് അല്ലെ, അപ്പൊ അവരുമായിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യുമ്പോ അവരുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ എന്താണ്, ഇനി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആവാം, അവരുടെ ആവശ്യകതകളാവാം, അതിനോടൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് പെട്ടെന്ന് പ്രതികരിക്കുകയും ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് നൽകുകയും ചെയ്യുക അല്ലെ. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ വേണ്ട, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒത്തിരി സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുകയും ആ പ്രോബ്ലംസിനനുസരിച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അതിനെ കുറിച്ച് ചിന്തിക്കുകയും ആവശ്യമായിട്ടുള്ള ഉടനടി വളരെ കൃത്യമായ സൊല്യൂഷൻസ് നൽകുകയും വേണം അല്ലെ. അപ്പൊ അതുപോലെ must be sensitive to organizations and staff's problem and requirements. ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ ആവശ്യകതകളോ ഒക്കെ വന്നാൽ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുകയും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് has the capacity to foresee and plan. ഇനി എന്താണ്, മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുമുള്ളൊരു കഴിവുണ്ടായിരിക്കണം. എന്താണ് മുൻകൂട്ടി കാണേണ്ടത്, ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കുറെ നാൾ മുന്നോട്ട് പോവേണ്ടതാണ്. അപ്പൊ പല പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത്, അതിനുള്ളൊരു കഴിവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി ജോലി ചെയ്യാണ്. നമ്മുടെ ഒരു സ്ഥാപനത്തില് ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനം നമുക്ക് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കാം. ആ സ്വന്തമായി നടത്തുന്ന ഒരു സ്ഥാപനം, അവിടേക്ക് നമ്മളൊരു ജോലിക്കാരനെ വെക്കുന്നു. ആ ജോലിക്കാരൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത്, നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരനെ വെക്കാന്ന് വിചാരിച്ചോ, അവരോട് ഓരോ കാര്യങ്ങളും ഇന്നത് അത് ചെയ്യണം, ഇത് ചെയ്യണം, അടുത്ത ദിവസം ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇന്നതാണ് ചെയ്യണം, നമ്മൾ പിന്നാലെ എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നവരോടാണോ, അതോ ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്തു പിന്നെ മുതൽ അത് സ്വന്തമായി കണ്ടെത്തി പിന്നെ എന്താണ് നമ്മളോട് ചോദിക്കുക, അതെല്ലാം കണ്ടെത്തി മുൻകൂട്ടി കണ്ടെത്തി മനസ്സിലാക്കി ചെയ്യുന്നവരോടാണോ നമുക്ക് ഇഷ്ടം തോന്നുക? ആരോടായിരിക്കും നമുക്ക് ഇഷ്ടം തോന്നുക? എങ്ങനെയുള്ളവരോ? ഫസ്റ്റ് പറഞ്ഞ ആളോടാണോ അതോ സെക്കൻഡ് വണ്ണിനോടാണോ നമുക്ക് ഇഷ്ടം തോന്നുക? എന്താണ് ഒരു റെസ്പോണ്ട് ഇല്ലാതെ? രണ്ടാമത് പറഞ്ഞവരോടല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞു ചെയ്യുന്നവരോട് അല്ലെ, അതെ അറിഞ്ഞു ചെയ്യുന്നവരോടാണ് നമുക്ക് താല്പര്യം തോന്നുന്നത് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്, അവരെല്ലാം ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരോടും ഇവർക്ക് എന്താണ് താല്പര്യമുണ്ടോ? ആ ഒരു കഴിവ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരുടെ ഒരു സവിശേഷതയാണ്. Then next വരുന്നത് has the ability to produce new and creative ideas. പുതിയതും അതുപോലെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ കഴിവുണ്ടായിരിക്കണം. അപ്പൊ പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ മറ്റു പേഷ്യൻസുമായി ബന്ധപ്പെട്ട കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആവാം, എന്തുമായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് ഉള്ളതല്ലാതെ പുതിയതായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് പുതിയ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് അത് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കഴിവും ആർക്കുണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനും ഉണ്ടായിരിക്കണം. Then next has the capacity to coordinate, organize and distribute resources. ഇനി എന്താ? വിഭവങ്ങൾ അല്ലെ. ഇപ്പൊ അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പല വിഭവങ്ങളുണ്ട് അല്ലെ, പല മെറ്റീരിയൽസിനെ നമ്മൾ റിസോഴ്സുകൾ എന്ന് പറയാം. ആ ഓരോ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളും കൃത്യമായിട്ട് അതിനെ ഏകോപിപ്പിക്കുക, അതിനെ ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും വിതരണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു മെഷീൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത് വരുന്ന സമയമാവാം,
അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരാം ഹോസ്പിറ്റലില്. ഇതെല്ലാം നമ്മുടെ റിസോഴ്സുകളാണ്, വിഭവങ്ങളാണ്. ഈ റിസോഴ്സുകളെല്ലാം കൃത്യമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. And must be able to delegate work and make efficient use of his or her own time. ഇനി എന്താണ് must be able to delegate എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം മറ്റൊരാളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്താണ് വർക്ക് അല്ലെ? അവരുടെ ഒരു ഡെലിഗേറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി എന്താ? മറ്റുള്ളവർക്ക് അവരുടെ ജീവനക്കാർക്കെല്ലാം അവരുടേതായ എന്താണ് ജോലി വർക്കുകൾ എന്താണോ അത് കൃത്യമായിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ? അവർക്ക് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? അപ്പൊ അതിനുള്ള അധികാരം, അതായത് ആ ഒരു വർക്ക് എന്താണോ അതിന്റെ അധികാരം ഓരോരുത്തരിലേക്ക് എന്ത് ചെയ്യുക? നൽകുക. അതുപോലെ തന്നെ എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓൺ ടൈം, അവരുടെ സ്വന്തം സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് എബിലിറ്റി ടു പെർസ്വേഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. ഇനി എന്താ? ആ ഒരു ആളുകളെ പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, ആളുകളെ പ്രേരിപ്പിക്കുകയും അതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പൊ ആളുകൾ നമ്മൾ എന്താണ് പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവർ നല്ല രീതിയിലുള്ള പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ഒരാളും കൂടി ആയിരിക്കണം. ഇതെല്ലാം ആരുടെ സവിശേഷതകളിൽ പറയുന്നതാണ്? ഒരു നല്ല ഫലപ്രദമായ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ സവിശേഷതകളാണ് പറഞ്ഞത്. എന്തായിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്? അവരുടെ ഒരു വർക്ക് അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നല്ല ജോലി, നല്ല മികച്ച കഴിവ് പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. രണ്ടാമതായി പറഞ്ഞത് സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ ഓർഗനൈസ് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ജീവനക്കാരുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രോബ്ലംസ് ആവശ്യകതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് പ്രതികരിച്ച് ആവശ്യമായുള്ള തീരുമാനങ്ങൾ, നല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമതായി പറഞ്ഞത് എന്താ? എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നാലാമതായി പറഞ്ഞത് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താനും അത് നടപ്പിലാക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? അവിടുത്തെ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ ചിലപ്പോ അവിടെ സ്റ്റാഫുകൾക്കായിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മെഷീൻസോ മെറ്റീരിയൽസിനോ ആയിരിക്കും ആവശ്യം. അതെല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തലും ഏകോപിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഓർഗനൈസ് ചെയ്തലും സംഘടിപ്പിക്കുകയും കൃത്യമായത് വിതരണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വർക്ക് അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നതിന്റെ അധികാരം, ഓരോരുത്തരുടെയും ജോലികൾ അധികാരപ്പെട്ട കൃത്യമായ ആളുകളെ കണ്ടെത്തി അവർക്ക് എന്ത് ചെയ്യുക? വീതിച്ചു നൽകുക, അല്ലെങ്കിൽ അവർക്ക് അധികാരം അവരെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ സ്വന്തം സമയം വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുകയും പേഴ്സ്വേഡ് ചെയ്യുക എന്നാണ് പ്രേരിപ്പിക്കുക, അതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതിലൂടെ മറ്റാളുകൾക്ക് പുതിയ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാനുള്ളൊരു ആ ഒരു പ്രേരണ നൽകാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ലാസ്റ്റ് പറയുന്നത് ഒരു നല്ല ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആ സവിശേഷതകള്? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഇനി ഇതെടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ചെറിയൊരു ഭാഗം കൂടി ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് തേർഡ് മോഡ്യൂളിൽ തന്നെ 4th ചാപ്റ്റർ ആണ്, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. എത്രയാണ് നിങ്ങളുടെ മോഡ്യൂൾ വൈസ്? 37 ആണെന്ന് തോന്നുന്നു അല്ലെ? 37 അല്ലേ മോഡ്യൂൾ വൈസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? 37 ആണോ നമ്പർ കിടക്കുന്നത്? തേർഡ് പേപ്പർ ആണ് കേട്ടോ. തേർഡ് പേപ്പറിലെ 4th ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതുകൂടി ഒന്ന് നിങ്ങൾ കയ്യിൽ കരുതിയേക്കാം. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമ്പോ ആ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാം ഓക്കെ ആണ്? ഓക്കെ, ഇന്ന് തന്നെ വീട്ടിലിരുന്ന് വായിക്കാം കേട്ടോ. വായിച്ച് മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ കൂടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് കയ്യിൽ കരുതിക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം.